നിങ്ങൾക്ക് അധികമായിട്ട് കൂർക്കം വലിയുണ്ടോ? രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, രാവിലെയാണ് ഉറങ്ങുന്നത്. നിങ്ങൾക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ? വെൽക്കം ടു ന്യൂ ഫേസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ഇത് കേൾക്കുമ്പം വളരെ നിസ്സാരമുള്ള ഒരു പ്രോബ്ലമായിട്ട് നിങ്ങൾ കരുതത്തുള്ളൂ. പക്ഷേ ഇത് നിങ്ങളുടെ ജീവനെ തന്നെ ഒരു ആപത്താകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. എന്താണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ? ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പം നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരുവാണ്. അതിൻ്റെ റീസൺ നിങ്ങളുടെ കീഴ്ത്താടിയിലും നാക്കും കീഴ്ത്താടികളുടെ സൈസ് കുറവായിരിക്കും, നാക്കിൻ്റെ സൈസ് വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ കിടക്കുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ലങ്സിലോട്ടുള്ള ഓക്സിജൻ ഫ്ലോയെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിൽ പോകുന്നില്ല. അതുകൊണ്ട് എന്താ പറ്റും? നിങ്ങൾ രാവിലെ ഉറങ്ങും, ഓഫീസ് സ്ഥലങ്ങളിൽ ഉറങ്ങുന്നു. അതുകൊണ്ട് ഈ സ്ലീപ്പ് ആപ്നിയ ഉള്ള മിക്ക പേഷ്യൻസിനും ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോമയോപ്പത്തി, കാർഡിയോമെഗാലി തുടങ്ങിയ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാമെന്നാണ്. സോ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്? ഉദാഹരണത്തിന് നമുക്കൊരു പേഷ്യൻറ്റിനെ വെച്ച് നമുക്ക് കാണിക്കാവുന്നതാണ്. ഇത് ഞങ്ങളുടെ ഒരു കേസാണ്. ഈ കേസിൻ്റെ മെയിൻ പ്രോബ്ലം ഇത് തന്നെയാണ്. അവന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, രാവിലെ കിടന്ന് ഉറങ്ങുകയാണ്. സോ ഇതിൻ്റെ ഈ CT സ്കാനിൽ കണ്ടാൽ അറിയും, അവൻ നാക്കിൻ്റെ ബൾക്ക് വളരെ കൂടുതലാണ്, കീഴ്ത്താടിയിൽ വളരെ പുറകോട്ടാണ്. അത് കാരണം എന്താ പറ്റും? ഓൾറെഡി ഇതാണ് നമ്മളെ ഓക്സിജൻ ലങ്സിലോട്ട് പോകുന്ന പാസേജ്. ഓൾറെഡി ഇത് വളരെ നാരോ ആണ്. സോ ഇവൻ കിടക്കുമ്പോൾ എന്താ പറ്റും? ഇത് വീണ്ടും ബാക്കിലോട്ട് പോയി കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. സോ ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റത്തില്ല. ഈ പേഷ്യൻ്റ് മൾട്ടിപ്പിൾ ലെവൽ സർജറികൾ പല സെൻറ്ററിൽ പോയി ചെയ്തു, പക്ഷേ ഇവനൊരു റിസൾട്ട് കിട്ടുന്നില്ല. സോ ഇവൻ്റെ മുഖം നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോളൂ, വളരെ വളരെ തിക്ക് നെക്കാണ്, ടങ്ക് വളരെ ഇതിൽ കൂടി ഇവന് ശ്വസിക്കാനേ പറ്റുന്നില്ല, ഉറങ്ങാനേ പറ്റുന്നില്ല. സോ ഇവന് BP ഉണ്ട്, ഹാർട്ട് റേറ്റ് വളരെ കൂടുതലാണ്, BPക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. സോ ഇവൻ ഞങ്ങളെടുത്ത് വന്നു. സോ ഞങ്ങൾ മാക്സിലോ മാൻഡിബുലർ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ, മുഖം തന്നെ മാറി, താടിയിൽ മുന്നോട്ട് വന്നു, അവൻ്റെ ബ്രീത്തിങ് ബെറ്ററായി. സോ എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നാക്കും താടിയിലും മുന്നോട്ട് വന്നു കഴിയുമ്പോഴും തന്നെ ഈ പുറകിലുള്ള എയർവേ പാസേജ് വളരെ വലുതാവുകയാണ്. സോ ഹി ഈസ് ഏബിൾ ടു ബ്രീത്ത് ബെറ്റർ. സോ ഈ ഒരു കേസ് നിങ്ങൾ കണ്ടല്ലോ. സോ ഈ ഒരു കേസിന് ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റായിട്ട് പിറ്റേ ദിവസം സുഖകരമായിട്ട് ഉറങ്ങാൻ പറ്റി, രാവിലെ അവൻ്റെ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്കുള്ള ഒരു ഏറ്റവും സിവിയർ കേസുകൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ? നിങ്ങൾ വിഷമിക്കുകയാണോ? നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ തരുന്നതാണ്. താങ്ക് യു.